ശാന്തി. 23/6/24 പ്രഭാതമുരളി. അവ്യക്ത ബാബ്ദാദ. റിവൈസ് 19/3/2000 മധുബൻ. നിർമ്മാണത്തിൻ്റെയും വിനയത്തിൻ്റെയും ബാലൻസിലൂടെ ആശീർവാദങ്ങളുടെ കണക്ക് ശേഖരിക്കൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ ഹോളി ഹാപ്പി ഹംസങ്ങളുടെ സഭയിൽ വന്നിരിക്കുകയാണ്. 4 ഭാഗത്തും ഹോളി ഹംസങ്ങൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഹോളി ഹംസങ്ങളുടെ വിശേഷത എല്ലാവരും നല്ല രീതിയിൽ അറിയുന്നുണ്ട്. സദാ ഹോളി ഹാപ്പി ഹംസം എന്നാൽ സ്വച്ഛവും ശുദ്ധവുമായ ഹൃദയം. ഇങ്ങനെയുള്ള ഹോളി ഹംസങ്ങൾക്ക് സ്വച്ഛവും ശുദ്ധവുമായ ഹൃദയം ഉള്ളത് കാരണം എല്ലാ ശുഭ ആശകളും സഹജമായി പൂർത്തീകരിക്കപ്പെടുന്നു. സദാ തൃപ്ത ആത്മാവായിരിക്കുന്നു. ശ്രേഷ്ഠ സങ്കല്പം നടത്തി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രയത്നിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? ബാബ്ദാദയ്ക്ക് ഏറ്റവും പ്രിയവും ഏറ്റവും സമീപവും പ്രിയപ്പെട്ടതും സ്വച്ഛമായ ഹൃദയമുള്ളവരാണ്. ശുദ്ധമായ ഹൃദയമുള്ളവർ സദാ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാണ്. സർവശ്രേഷ്ഠ സങ്കല്പങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് കാരണം വൃത്തിയിൽ, ദൃഷ്ടിയിൽ, വാക്കിൽ, സംബന്ധ സമ്പർക്കത്തിൽ ഒരുപോലെ സരളവും സ്പഷ്ടവുമായി കാണപ്പെടുന്നു. സരളതയുടെ അടയാളമാണ് ഹൃദയം, ബുദ്ധി, വാക്ക് ഒരേപോലെ. ഹൃദയത്തിൽ ഒന്ന്, വാക്കിൽ മറ്റൊന്ന്. ഇത് സരളതയുടെ അടയാളമല്ല. സരള സ്വഭാവമുള്ളവർ സദാ വിനയചിത്തരും നിരഹങ്കാരിയും നിസ്വാർത്ഥവുമായിരിക്കും. ഹോളി ഹംസത്തിൻ്റെ വിശേഷതയാണ് സരള ചിത്തം, സരള വാണി, സരള വൃത്തി, സരള ദൃഷ്ടി. ബാബ്ദാദ ഈ വർഷത്തിൽ എല്ലാ കുട്ടികളിലും 2 വിശേഷതകൾ പെരുമാറ്റത്തിലും മുഖത്തും കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇത് ചോദിക്കുന്നുണ്ടല്ലോ, മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്? വിശേഷിച്ച് ഈ സീസണിൻ്റെ സമാപ്തിക്ക് ശേഷം എന്തു ചെയ്യണം? എല്ലാവരും ചിന്തിക്കുന്നുണ്ടല്ലോ, മുന്നോട്ട് എന്താണ് നടക്കേണ്ടത്? മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്? സേവനത്തിൻ്റെ മേഖലയിൽ യഥാശക്തി മെജോറിറ്റിയും വളരെ നല്ല പുരോഗതി ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ ഈ ഉന്നതിക്കുള്ള ആശംസകളും നൽകുന്നു. വളരെ നല്ലത്, വളരെ നല്ലത്, വളരെ നല്ലത്. അതിനോടൊപ്പം റിസൾട്ടിൽ ഒരു കാര്യം കാണപ്പെട്ടു. അത് കേൾപ്പിക്കട്ടെ. ടീച്ചേഴ്സ് കേൾപ്പിക്കട്ടെ. ഡബിൾ ഫോറിനേഴ്സ് കേൾപ്പിക്കട്ടെ. പാണ്ഡവർ കേൾപ്പിക്കട്ടെ. കൈ ഉയർത്തൂ, അപ്പോൾ കേൾപ്പിക്കാം, അല്ലെങ്കിൽ കേൾപ്പിക്കുകയില്ല. എല്ലാവരും കൈ ഉയർത്തി. വളരെ നല്ലത്. ഒരു കാര്യം എന്താണ് കണ്ടത്? കാരണം ഇന്ന് വദനത്തിൽ ബാബ്ദാദയുടെ പരസ്പരമുള്ള ആത്മീയ സംഭാഷണം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആത്മീയ സംഭാഷണം നടത്തുന്നത്? 2 പേരും എങ്ങനെയാണ് പരസ്പരം ആത്മീയ സംഭാഷണം നടത്തുന്നത്? ഏതുപോലെ ഇവിടെ ഈ ലോകത്തിൽ നിങ്ങൾ മോണോ ആക്ടിംഗ് ചെയ്യാറുണ്ടല്ലോ. വളരെ നന്നായി ചെയ്യുന്നു. താങ്കളുടെ സാകാരി ലോകത്തിലാണെങ്കിൽ ഒരാത്മാവ് 2 പാർട്ട് അഭിനയിക്കുന്നു. ബാബ്ദാദയാകട്ടെ 2 ആത്മാക്കൾ ഒരു ശരീരത്തിലാണ്. വ്യത്യാസമുണ്ടായല്ലോ. അപ്പോൾ വളരെ രസകരമായ സംഭാഷണം നടക്കുന്നു. അപ്പോൾ ഇന്ന് വദനത്തിൽ ബാബ്ദാദയുടെ ആത്മീയ സംഭാഷണം നടന്നു. ഏത് കാര്യത്തിന്മേൽ? നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്, ബ്രഹ്മബാബയ്ക്ക് എന്ത് ഉന്മേഷമാണ് ഉണ്ടാകുന്നത്. നല്ലവണ്ണം അറിയുന്നുണ്ടല്ലോ. വളരെ വേഗത്തിൽ നടക്കട്ടെ എന്ന് ബ്രഹ്മബാബയ്ക്ക് ഉന്മേഷമുണ്ടായിരുന്നു. അപ്പോൾ ശിവ് ബാബ പറഞ്ഞു, ബ്രഹ്മബാബയ്ക്ക് വിനാശം അഥവാ പരിവർത്തനം നടത്തുന്നത് ഒന്ന് കൈ തട്ടുന്നതിൻ്റേത് പോലെയല്ല, വിരൽ ഞൊടിക്കുന്നതിൻ്റെ കാര്യമാണ്. എന്നാൽ താങ്കൾ ആദ്യം 108 അല്ല
പകുതി മാല ഉണ്ടാക്കിത്തരൂ. അപ്പോൾ ബ്രഹ്മബാബ എന്ത് ഉത്തരം നൽകിയിട്ടുണ്ടാകും? പറയൂ. മുന്നിലുള്ളവർ പറഞ്ഞു, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, പകുതി മാല പോലും തയ്യാറായില്ലേ? മുഴുവൻ മാലയുടെയും കാര്യം വിട്ടേക്കൂ, പകുതി മാല തയ്യാറായോ? എല്ലാവരും ചിരിക്കുകയാണ്. ചിരിക്കുന്നു എന്നാൽ എന്തോ ഉണ്ട് എന്നർത്ഥം. പകുതി മാല തയ്യാറാണ് എന്നാര് പറയുന്നോ അവർ ഒരു കൈ ഉയർത്തോ. തയ്യാറായോ? വളരെ കുറച്ചു പേരാണ്. ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തോ. മെജോറിറ്റി പറയുന്നു ആയിക്കൊണ്ടിരിക്കുകയാണ്, മൈനോറിറ്റി പറയുന്നു ആയി കഴിഞ്ഞു എന്ന്. തയ്യാറായി എന്നാരാണോ കൈ ഉയർത്തിയത് അവരോട് ബാബ്ദാദ പറയുന്നു, താങ്കൾ പേരെഴുതി നൽകണം. നല്ല കാര്യമാണല്ലോ. ബാബ്ദാദ മാത്രമേ കാണുകയുള്ളൂ, മറ്റാരും കാണില്ല. സീൽഡായിരിക്കും. ബാബ്ദാദ നോക്കും ഇങ്ങനെയുള്ള നല്ല പ്രതീക്ഷയുള്ള രത്നങ്ങൾ ആരെല്ലാമാണെന്ന്. ഉണ്ടായിരിക്കണം എന്ന് ബാബ്ദാദയും മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരിൽ നിന്നും പേര് വാങ്ങണം, ഇവരുടെ ഫോട്ടോ എടുക്കൂ. അപ്പോൾ ബ്രഹ്മബാബ എന്തുത്തരം നൽകി? നിങ്ങൾ ഏവരും നല്ല നല്ല ഉത്തരങ്ങൾ നൽകി. ബ്രഹ്മബാബ പറഞ്ഞു, താങ്കൾ വിരൽ ഞൊടിക്കുന്നതിൻ്റെ അത്രയും കാലതാമസം മാത്രമേ ഉള്ളൂ, അവർ തയ്യാറാകും. അപ്പോൾ നല്ല കാര്യം ആയല്ലോ. അപ്പോൾ ശിവ് ബാബ പറഞ്ഞു, ശരി, മുഴുവൻ മാലയും തയ്യാറായോ? പകുതി മാലയുടെ ഉത്തരം ലഭിച്ചു. മുഴുവൻ മാലയെക്കുറിച്ചും ചോദിച്ചു. അതിൽ അല്പം സമയം വേണം എന്ന് പറഞ്ഞു. ഈ ആത്മീയ സംഭാഷണം നടന്നു. അല്പം സമയം വേണ്ടത് എന്തുകൊണ്ട്? ആത്മീയ സംഭാഷണത്തിൽ ചോദ്യോത്തരങ്ങൾ തന്നെയാണല്ലോ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അല്പം സമയം വേണ്ടത്? ഏതൊരു വിശേഷ കുറവുള്ളത് കാരണമാണ് പകുതി മാല പോലും തടയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 4 ഭാഗത്തുമുള്ള കുട്ടികൾ ഓരോ ഏരിയയിലുള്ളവരും എമർജായിക്കൊണ്ടേയിരുന്നു. താങ്കളുടെ സോൺ ഉണ്ടല്ലോ, അതേപോലെ ഓരോരോ സോൺ ആയിട്ടല്ല. സോണാണെങ്കിൽ വളരെ വളരെ വലുതാണല്ലോ. ഓരോരോ വിശേഷ പട്ടണത്തെയും എമർജ് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരുടെയും മുഖം നോക്കി കണ്ട ശേഷം ബ്രഹ്മബാബ പറഞ്ഞു, ഒരു വിശേഷത ഇപ്പോൾ എത്രയും വേഗത്തിൽ എല്ലാ കുട്ടികളും ധാരണ ചെയ്യുകയാണെങ്കിൽ മാല തയ്യാറാകും. ഏതൊരു വിശേഷതയാണ്? ഇതാണ് പറഞ്ഞത്, സർവീസിൻ്റെ ഉന്നതി എത്ര ചെയ്തുവോ സർവീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നന്നായി മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യത്തിൻ്റെ ബാലൻസ് കുറവാണ്. അത് ഈ കാര്യമാണ്, നിർമ്മാണം നടത്തുന്നതിൽ നന്നായി മുന്നോട്ട് പോയി, എന്നാൽ നിർമ്മാണത്തോടൊപ്പം വിനയം. മറ്റേത് നിർമ്മാണം, ഇത് വിനയം. ഒരു മാത്രയുടെ വ്യത്യാസമാണ്. എന്നാൽ നിർമ്മാണവും വിനയവും രണ്ടിൻ്റെയും ബാലൻസിൽ വ്യത്യാസമുണ്ട്. സേവനത്തിൻ്റെ ഉന്നതിയിൽ വിനയത്തിന് പകരം എവിടേക്കോ എപ്പോഴേക്കോ സ്വ അഭിമാനവും മിക്സ് ആകുന്നു. എത്രത്തോളം സേവനത്തിൽ മുന്നോട്ട് പോകുന്നുവോ അത്രയും തന്നെ വൃത്തിയിലും ദൃഷ്ടിയിലും വാക്കിലും പെരുമാറ്റത്തിലും വിനയം കാണപ്പെടണം. ഇപ്പോൾ ഈ ബാലൻസിൻ്റെ വളരെയധികം ആവശ്യകതയുണ്ട്. ഇപ്പോൾ വരെയും എല്ലാ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവരിൽ നിന്നും ഏതൊരു ബ്ലെസ്സിങ് ലഭിക്കണമോ ആ ബ്ലെസ്സിങ് ലഭിക്കുന്നില്ല. ആര് എത്ര തന്നെ പുരുഷാർത്ഥം ചെയ്യുന്നുവോ നല്ലതാണ്. പക്ഷേ പുരുഷാർത്ഥത്തോടൊപ്പം അഥവാ ആശീർവാദങ്ങളുടെ കണക്കിൻ്റെ ശേഖരണം ഇല്ലെങ്കിൽ ദാതാവിൻ്റെ സ്റ്റേജിൻ്റെയോ ദയാഹൃദയർ ആകുന്നതിൻ്റെ സ്റ്റേജിൻ്റെയോ അനുഭൂതി ഉണ്ടാകില്ല. ആവശ്യമായത് ഇതാണ്, സ്വപുരുഷാർത്ഥവും ഒപ്പം ബാബ്ദാദയുടെ പരിവാരത്തിലെ ചെറിയവരുടെയും വലിയവരുടെയും ആശീർവാദങ്ങൾ. ഈ ആശീർവാദങ്ങളുടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കണം. ഈ മാർക്സിൽ എഡിഷൻ ഉണ്ടാകുന്നു.
എത്ര തന്നെ സർവീസ് ചെയ്തുകൊള്ളൂ, തൻ്റെ സർവീസിൻ്റെ താല്പര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. എന്നാൽ ബാബ്ദാദ എല്ലാ കുട്ടികളിലും ഈ ഒരു വിശേഷത കാണുവാൻ ആഗ്രഹിക്കുന്നു. സേവനത്തോടൊപ്പം വിനയം, ഇണങ്ങിച്ചേരൽ. ഈ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെടേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. പിന്നീട് ഇങ്ങനെ പറയരുത്, ഞാൻ വളരെയധികം സേവനം ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. പക്ഷേ നമ്പർ പിന്നിലായത് എന്തുകൊണ്ട്? അതിനാൽ ബാബ്ദാദ മുൻകൂട്ടി തന്നെ സൂചന നൽകുകയാണ്, വർത്തമാന സമയത്ത് ഈ പുണ്യത്തിൻ്റെ കണക്ക് വളരെയധികം ശേഖരിക്കൂ. ഇവർ ഇങ്ങനെ തന്നെയാണ്, ഇവർ മാറുന്നവരല്ല എന്ന് ചിന്തിക്കരുത്. പ്രകൃതിയെ മാറ്റാൻ സാധിക്കുന്നുണ്ട്, പ്രകൃതിയെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. എങ്കിൽ ബ്രാഹ്മണ ആത്മാവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ? എഗെയിൻസ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യൂ, എതിരായവരുമായി പൊരുത്തപ്പെടൂ എന്നർത്ഥം. ഇതാണ് നിർമ്മാണത്തിൻ്റെയും വിനയത്തിൻ്റെയും ബാലൻസ്. കേട്ടുവോ? ലാസ്റ്റിൽ ഹോംവർക്ക് നൽകുമല്ലോ, അല്പം ഹോംവർക്ക് ലഭിക്കുമല്ലോ. ബാബ്ദാദ വരാൻ പോകുന്ന സീസണിൽ വരും, എന്നാൽ കണ്ടീഷൻ വയ്ക്കും. നോക്കൂ, സാകാരത്തിൻ്റെ പാർട്ടും നടന്നു, അവ്യക്ത പാർട്ടും നടന്നു. ഇത്രയും സമയം അവ്യക്ത പാർട്ട് നടക്കും എന്നത് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 പാർട്ടും ഡ്രാമ അനുസരിച്ച് നടന്നു. ഇപ്പോൾ ഏതെങ്കിലും കണ്ടീഷൻ വെക്കേണ്ടി വരും, അതോ വേണ്ടേ? എന്താണ് അഭിപ്രായം? ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമോ? എന്തുകൊണ്ട്? ഇന്ന് വചനത്തിൽ പ്രോഗ്രാമും ചോദിച്ചു. ബാബ്ദാദയുടെ ആത്മീയ സംഭാഷണത്തിൽ ഇതും ഉണ്ടായിരുന്നു. ഈ ഡ്രാമയുടെ പാർട്ട് എപ്പോൾ വരെയാണ്? ഏതെങ്കിലും ഡേറ്റ് ഉണ്ടോ? ഡെഹ്റാഡൂണിലെ പ്രേം ബെഹനോട് ജാതകം കേൾപ്പിക്കൂ, എപ്പോൾ വരെയാണ്? എപ്പോൾ വരെ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. പക്ഷേ എന്ന് പറയുന്നതിന് വേണ്ടി 6 മാസമുണ്ടല്ലോ. 6 മാസത്തിന് ശേഷമേ അടുത്ത സീസൺ ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ ബാബ്ദാദ റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധമായ ഹൃദയം, ഹൃദയത്തിൽ പഴയ സംസ്കാരത്തിൻ്റെയോ അഭിമാനത്തിൻ്റെയോ അപമാനത്തിൻ്റെയോ അനുഭവത്തിൻ്റെ അടയാളം ഉണ്ടാകരുത്. ബാബ്ദാദയുടെ അടുത്തും ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്നതിൻ്റെ മെഷീനറി ഉണ്ട്. ഇവിടെ എക്സ്റേയിൽ ഈ സ്ഥൂല ഹൃദയം കാണപ്പെടുന്നുവല്ലോ. വചനത്തിൽ ഹൃദയത്തിൻ്റെ ചിത്രം വളരെ സ്പഷ്ടമായി കാണപ്പെടുന്നു. പല പ്രകാരത്തിലുള്ള ചെറുതും വലുതുമായ അടയാളങ്ങളും മങ്ങിയതും സ്പഷ്ടമായി കാണപ്പെടുന്നു. ഇന്ന് ഹോളി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണല്ലോ. ലാസ്റ്റ് ടേൺ ആയത് കാരണം ആദ്യം ഹോംവർക്ക് പറഞ്ഞു. എന്നാൽ ഹോളിയുടെ അർത്ഥം മറ്റുള്ളവരെയും കേൾപ്പിക്കാറുണ്ട്. ഹോളി ആഘോഷിക്കുക എന്നാൽ കഴിഞ്ഞതിനെ കഴിഞ്ഞതാക്കുക എന്നർത്ഥം. ഹോളി ആഘോഷിക്കുക എന്നാൽ ഹൃദയത്തിൽ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ അടയാളങ്ങൾ അവശേഷിക്കരുത്. തീർത്തും ശുദ്ധമായ ഹൃദയം, സർവപ്രാപ്തി സമ്പന്നം. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമുള്ളത് കാരണം ഒരു കാര്യം നല്ലതായി തോന്നുന്നില്ല. അതിതാണ്, പ്രയത്നം വളരെയധികം ചെയ്യുന്നു. അഥവാ ഹൃദയം ശുദ്ധമാവുകയാണെങ്കിൽ പ്രയത്നമില്ല. ഹൃദയേശ്വരൻ ഹൃദയത്തിൽ അലിഞ്ഞിരിക്കും. ദിലാരാമൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞിരിക്കുകയും ചെയ്യും. ഹൃദയത്തിൽ ബാബ അലിഞ്ഞിരിക്കുകയാണ്. ഏതൊരു രൂപത്തിലുള്ള മായയ്ക്കും, അത് സൂക്ഷ്മരൂപമായാലും റോയൽ രൂപമായാലും സ്ഥൂല രൂപം ആയാലും, ഒരു രൂപത്തിലും മായയ്ക്ക് വരാൻ സാധിക്കില്ല. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും മായയ്ക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ പ്രയത്നമുക്തം ആകുമല്ലോ. ബാബ്ദാദ മനസ്സിൻ്റെ കാര്യത്തിലും പ്രയത്നമുക്തമായി കാണാൻ ആഗ്രഹിക്കുന്നു. പ്രയത്നമുക്തമായവർക്ക് തന്നെയാണ് ജീവൻ മുക്തിയുടെ അനുഭവം നേടുവാൻ സാധിക്കുന്നത്. ഹോളി ആഘോഷിക്കുക എന്നാൽ പ്രയത്നമുക്തം,
ജീവൻ മുക്തിയുടെ അനുഭൂതിയിലിരിക്കുക. ഇപ്പോൾ ബാബ്ദാദ മനസ്സാശക്തിയിലൂടെ സേവനത്തെ ശക്തിശാലിയാക്കാൻ ആഗ്രഹിക്കുന്നു. വാണിയിലൂടെ സേവനം നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിന് സമയമെടുക്കുന്നു. സമയം കുറവാണ്. സേവനം ഇപ്പോഴും വളരെയധികമുണ്ട്. റിസൾട്ട് നിങ്ങളേവരും കേൾപ്പിച്ചു. ഇപ്പോൾ വരെയും 108 മാല പോലും സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. 16,000-ഉം 9 ലക്ഷവും വളരെ അകലെയായി പോകും. ഇതിനുവേണ്ടി ഫാസ്റ്റ് വിധി ആവശ്യമാണ്. ആദ്യം തൻ്റെ മനസ്സിനെ ശ്രേഷ്ഠവും സ്വച്ഛവുമാക്കൂ. 1 സെക്കൻഡ് പോലും വ്യർത്ഥമായി പോകരുത്. ഇപ്പോൾ വരെയും മെജോറിറ്റിയുടെ വേസ്റ്റ് സങ്കല്പത്തിൻ്റെ % അവശേഷിക്കുകയാണ്. അശുദ്ധമല്ല, എന്നാൽ വേസ്റ്റാണ്. അതിനാൽ മനസ്സാ സേവനം ഫാസ്റ്റ് ഗതിയോടെ നടക്കുന്നില്ല. ഇപ്പോൾ ഹോളി ആഘോഷിക്കുക എന്നാൽ മനസ്സിനെ വ്യർത്ഥത്തിൽ നിന്നും ഹോളിയാക്കണം. ഹോളി ആഘോഷിച്ചുവോ? ആഘോഷിക്കുക എന്നാൽ ആയിത്തീരുക എന്നർത്ഥം. ലോകത്തുള്ളവരാണെങ്കിൽ ഭിന്ന ഭിന്ന നിറങ്ങൾ കൊണ്ട് ഹോളി ആഘോഷിക്കുന്നു. എന്നാൽ ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും മേൽ ദിവ്യ ഗുണങ്ങളുടെയും ദിവ്യ ശക്തികളുടെയും ജ്ഞാന റോസാ പുഷ്പങ്ങളുടെ നിറം ചാർത്തുകയാണ്. ഇന്ന് വചനത്തിൽ വേറെയും സമാചാരം ഉണ്ടായിരുന്നു. ഒന്നാമതായി ആത്മീയ സംഭാഷണത്തിൻ്റേത് കേൾപ്പിച്ചു. രണ്ടാമത്തേത് ഇതായിരുന്നു: താങ്കളുടെ സേവനത്തിൻ്റെ നല്ല നല്ല സഹചാരികളിൽ ആരെല്ലാം അഡ്വാൻസ് പാർട്ടിയിലേക്ക് പോയോ, ഇന്ന് വചനത്തിൽ അവരുടെ ഹോളി ആഘോഷിക്കുന്നതിൻ്റെ ദിവസമായിരുന്നു. നിങ്ങൾക്കേവർക്കും ഏതെങ്കിലും അവസരം വരുമ്പോൾ ഓർമ്മ വരുന്നുണ്ടല്ലോ. തൻ്റെ ദാദിമാരുടെയും സഖിമാരുടെയും പാണ്ഡവരുടെയും ഓർമ്മ വരുന്നുണ്ടല്ലോ. അഡ്വാൻസ് പാർട്ടിയുടെ വളരെ വലിയ ഗ്രൂപ്പ് ആയിരിക്കുകയാണ്. അഥവാ പേരുകൾ എടുക്കുകയാണെങ്കിൽ വളരെയധികമുണ്ട്. അപ്പോൾ വചനത്തിൽ ഇന്ന് എല്ലാ പ്രകാരത്തിലുമുള്ള ആത്മാക്കൾ ഹോളി ആഘോഷിക്കാൻ വന്നിരുന്നു. എല്ലാവരും അവരവരുടെ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി അനുസരിച്ച് ഭിന്ന ഭിന്ന പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ് പാർട്ടിയുടെ പാർട്ട് ഇപ്പോൾ വരെയും ഗുപ്തമാണ്. അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ ചിന്തിക്കുന്നുവല്ലോ. അവർ താങ്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണമായി ദിവ്യ ജന്മത്തിലൂടെ പുതിയ സൃഷ്ടിക്ക് നിമിത്തമാകൂ. എല്ലാവരും തൻ്റെ പാർട്ടിൽ സന്തുഷ്ടമാണ്. നമ്മൾ സംഗമയുഗത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്ന് സ്മൃതിയില്ല. ദിവ്യതയുണ്ട്, പവിത്രതയുണ്ട്, പരമാത്മാ സ്നേഹമുണ്ട്. പക്ഷേ ജ്ഞാനം ക്ലിയറായി എമർജല്ല, വേറിട്ട അവസ്ഥയുണ്ട്. എന്നാൽ അഥവാ ജ്ഞാനം എമർജായിരുന്നുവെങ്കിൽ എല്ലാവരും ഓടി മധുബനിൽ വന്നു ചേർന്നേനെ. എന്നാൽ ഇവരുടെ പാർട്ട് വേറിട്ടതാണ്. ജ്ഞാനത്തിൻ്റെ ശക്തിയുണ്ട്, ശക്തി കുറഞ്ഞു പോയിട്ടില്ല. നിരന്തരം മര്യാദാപൂർവം വീട്ടിലെ അന്തരീക്ഷവും മാതാപിതാക്കളുടെ സന്തുഷ്ടതയും സ്ഥൂല സാധനങ്ങളും എല്ലാം പ്രാപ്തമാണ്. മര്യാദകളിലും വളരെ ഉറച്ചവരാണ്. നമ്പർ വൈസ് ആണ്, എന്നാൽ വിശേഷ ആത്മാക്കൾ ഉറച്ചവരാണ്. നമ്മുടെ പൂർവ്വജന്മവും പുനർജന്മവും മഹാനായിരുന്നു, ആയിരിക്കുകയും ചെയ്യും എന്നനുഭവിക്കുന്നു. ഒരു റോയൽ ഫാമിലിയിലെ തൃപ്ത ആത്മാക്കളുടെ, നിറഞ്ഞ ആത്മാക്കളുടെ, ഹർഷിതമായ ആത്മാക്കളുടെ, ദിവ്യ ഗുണസമ്പന്നരായ ആത്മാക്കളുടെ ഫീച്ചേഴ്സാണ് ഭൂരിഭാഗം പേരിലും കാണപ്പെടുന്നത്. ഇതായി അവരുടെ ഹിസ്റ്ററി. എന്നാൽ വചനത്തിൽ എന്താണ് നടന്നത്? ഹോളി എങ്ങനെയാണ് ആഘോഷിച്ചത്? താങ്കൾ കണ്ടിട്ടുണ്ടാകും, ഹോളിയിൽ പല പല നിറങ്ങളുടെ ഉണങ്ങിയ പൊടികൾ താലങ്ങളിൽ നിറച്ചു വയ്ക്കുന്നു. അപ്പോൾ ഉണങ്ങിയ വർണ്ണപ്പൊടികൾ ഉള്ളതുപോലെ വചനത്തിലും ഇങ്ങനെ വളരെ മഹീനമായ തിളങ്ങുന്ന വജ്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഭാരമുള്ളവ ആയിരുന്നില്ല. നിറത്തെ കൈകൊണ്ടെടുത്താൽ ഭാരരഹിതം ആയിരിക്കുമല്ലോ. അതേപോലെ ഭിന്ന ഭിന്ന നിറങ്ങളിലുള്ള
വജ്രങ്ങളുടെ താലങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാവരും വന്നപ്പോൾ വദനത്തിൽ സ്വരൂപം ഏതൊന്നായിരുന്നു അറിയാമോ? ലൈറ്റിൻ്റേത് തന്നെ ആയിരിക്കുമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ലൈറ്റിൻ്റെ പ്രകാശമയ ശരീരം ആദ്യമേ തന്നെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ്ദാദ എല്ലാവരെയും അവരുടെ സംഗമയുഗി ശരീരത്തിൽ എമർജ് ചെയ്തു. എപ്പോഴാണോ സംഗമയുഗി ശരീരത്തിൽ എമർജായത്, അപ്പോൾ അന്യോന്യം വളരെയധികം കൂടിക്കാഴ്ച ആഘോഷിക്കാൻ തുടങ്ങി. അഡ്വാൻസ് പാർട്ടിയുടെ ജന്മത്തിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി. സംഗമത്തിൻ്റെ കാര്യങ്ങൾ എമർജായി. സംഗമയുഗത്തിൻ്റെ കാര്യങ്ങൾ അന്യോന്യം സംസാരിക്കുമ്പോൾ എത്ര സന്തോഷത്തിൽ വരുന്നു എന്നത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടത്തുകയായിരുന്നു. ബാബ്ദാദയും കണ്ടു ഇവർ വളരെയധികം ആഹ്ലാദത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ കൂടിക്കാഴ്ച നടത്തട്ടെ. പരസ്പരം തൻ്റെ ജീവിതത്തിൻ്റെ വളരെയധികം കഥകൾ അന്യോന്യം കേൾപ്പിക്കുകയായിരുന്നു. ബാബ ഇങ്ങനെ പറഞ്ഞു, ബാബ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു, ശിക്ഷണം നൽകി. ബാബ ഇങ്ങനെ പറയുന്നു. ബാബ 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 എന്നത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്പം സമയത്തിനു ശേഷം എന്തുണ്ടായി? എല്ലാവരുടെയും സംസ്കാരങ്ങളെ താങ്കൾക്കറിയാം. ഈ ഗ്രൂപ്പിൽ ആരായിരുന്നു ഏറ്റവും രമണീയം? മുന്നിലുള്ളവർ പറഞ്ഞു, ദീദിയും ചന്ദ്രമണി ദാദിയും. അപ്പോൾ ദീദി ആദ്യം എഴുന്നേറ്റു. ചന്ദ്രമണി ദാദിയുടെ കൈ പിടിച്ചു. നൃത്തം ആരംഭിച്ചു. ദീദി എങ്ങനെയാണോ ഇവിടെ ലഹരിയിൽ പോകുമായിരുന്നത്, അതേപോലെ ലഹരിയിൽ നല്ലവണ്ണം നൃത്തം ചെയ്തു. മമ്മയെ മധ്യത്തിൽ നിർത്തി ഒരു സർക്കിൾ ഉണ്ടാക്കി. പരസ്പരം കണ്ണുപൊത്തി കളി വളരെയധികം കളിച്ചു. ബാബ്ദാദയും കണ്ടുകണ്ട് വളരെയധികം പുഞ്ചിരിക്കുകയായിരുന്നു. ഹോളി ആഘോഷിക്കാൻ വന്നു. അപ്പോൾ കളിക്കട്ടെ. അല്പം സമയത്തിനു ശേഷം എല്ലാവരും ബാബ്ദാദയുടെ കൈകളിൽ ഒതുങ്ങി. എല്ലാവരും പൂർണ്ണമായും ലവ്ലീനായി. അതിനുശേഷം വളരെയധികം മഹീനവും പല പല നിറങ്ങളിലുമുള്ള ഏതെല്ലാം വജ്രങ്ങളാണോ ഉണ്ടായിരുന്നത്, ഒരു വസ്തുവിൻ്റെ പൊടി ഉണ്ടല്ലോ അതുപോലെയായിരുന്നു. എന്നാൽ തിളക്കം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ്ദാദ അത് എല്ലാവരുടെയും മുകളിൽ വിതറി. തിളങ്ങുന്ന ബോഡി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മേൽ ആ പല പല നിറങ്ങളിലെ വജ്രം പതിച്ചപ്പോൾ എല്ലാവരും വളരെയധികം അലങ്കരിക്കപ്പെട്ടതുപോലെയായി. ചുവപ്പ്, മഞ്ഞ, പച്ച, ഇങ്ങനെ 7 നിറം പറയുന്നുവല്ലോ. 7 നിറങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ വളരെയധികം തിളങ്ങി. സത്യയുഗത്തിൽ പോലും ഇങ്ങനെയുള്ള ഡ്രസ് ഉണ്ടായിരിക്കില്ല. എല്ലാവരും ആഹ്ലാദത്തിൽ തന്നെയായിരുന്നു. പിന്നെ അന്യോന്യവും വിതറാൻ തുടങ്ങി. രമണീകമായ സഹോദരിമാരും വളരെയധികം ഉണ്ടായിരുന്നുവല്ലോ. വളരെയധികം ആഹ്ലാദം ആഘോഷിച്ചു. ആഹ്ലാദത്തിന് ശേഷം എന്ത് നടക്കുന്നു? ബാബ്ദാദ ഇൻ അഡ്വാൻസ് എല്ലാവരെയും ഭോഗ് കഴിപ്പിച്ചു. താങ്കളാണെങ്കിൽ നാളെയാണല്ലോ ഭോഗ് വയ്ക്കുന്നത്. എന്നാൽ ബാബ്ദാദ മധുബൻ്റെയും സംഗമയുഗത്തിൻ്റെയും ഭിന്ന ഭിന്ന ഭോഗ് എല്ലാവരെയും കഴിപ്പിച്ചു. അതിൽ വിശേഷിച്ച് ഹോളിയുടെ ഭോഗ് ഏതാണ്? മുന്നിലുള്ളവർ പറഞ്ഞു, ഗേവർ ജിലേബി. താങ്കൾ റോസയുടെ പുഷ്പവും ഫ്രൈ ചെയ്യുന്നുവല്ലോ. അപ്പോൾ സംഗമയുഗത്തിൻ്റെ വെറൈറ്റി ഭോഗ് തന്നെയാണ് കഴിപ്പിച്ചത്. താങ്കളേക്കാൾ മുന്നേ ഭോഗ് അവരാണ് സ്വീകരിച്ചത്. താങ്കൾക്ക് നാളെയാണ് ലഭിക്കുക. ശരി, ചുരുക്കത്തിൽ വളരെയധികം ആഘോഷിച്ചു, നൃത്തമാടി, പാടി. എല്ലാവരും ഒത്തുചേർന്ന് ആഹാ ബാബ, എൻ്റെ ബാബ, മധുരമായ ബാബ എന്ന ഗീതം പാടി. അപ്പോൾ നൃത്തമാടി, പാടി, കഴിച്ചു. ലാസ്റ്റിൽ എന്ത് നടക്കുന്നു? ആശംസകളും വിട നൽകലും. അപ്പോൾ താങ്കളും ആഘോഷിച്ചുവോ അതോ കേവലം കേട്ടുവോ? എന്നാൽ ആദ്യം ഇപ്പോൾ ഫരിഷ്തയായി
പ്രകാശമായ ശരീരം ഉള്ളവരായി മാറൂ. ആകാൻ സാധിക്കുമോ അതോ ഇല്ലയോ? തടിച്ച ശരീരമാണോ? അല്ല. സെക്കൻഡിൽ തിളങ്ങുന്ന ഡബിൾ ലൈറ്റിൻ്റെ സ്വരൂപമായി മാറൂ. ആകാൻ സാധിക്കുമോ? തീർത്തും ഫരിഷ്ത. ബാബ്ദാദ എല്ലാവരെയും ഡ്രിൽ ചെയ്യിച്ചു. ഇപ്പോൾ തൻ്റെ മേൽ ഭിന്ന ഭിന്ന നിറങ്ങളുടെ തിളങ്ങുന്ന വജ്രങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ വിതറൂ. സദാ ഇങ്ങനെ ദിവ്യ ഗുണങ്ങളുടെ നിറങ്ങൾ കൊണ്ട്, ശക്തികളുടെ നിറങ്ങൾ കൊണ്ട്, ജ്ഞാനത്തിൻ്റെ നിറം കൊണ്ട് സ്വയം തന്നെ നിറം പിടിപ്പിക്കൂ. ഏറ്റവും വലിയ നിറമാണ് ബാബ്ദാദയുടെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ സദാ നിറം പിടിച്ചിരിക്കൂ. ഇങ്ങനെ അമരമായി ഭവിക്കട്ടെ. ശരി, ഇങ്ങനെയുള്ള ദേശവിദേശങ്ങളിലെ ഫരിസ്ത സ്വരൂപമായ കുട്ടികൾക്ക്, സദാ ശുദ്ധ ഹൃദയമുള്ള പ്രാപ്തി സമ്പന്നരായ കുട്ടികൾക്ക്, സത്യമായ ഹോളി ആഘോഷിക്കുന്ന, അതായത് അർത്ഥസഹിതമായ ചിത്രം പ്രത്യക്ഷ രൂപത്തിൽ കൊണ്ടുവരുന്ന കുട്ടികൾക്ക്, സദാ നിർമ്മാണത്തിൻ്റെയും വിനയത്തിൻ്റെയും ബാലൻസ് വയ്ക്കുന്ന കുട്ടികൾക്ക്, സദാ ആശീർവാദങ്ങളുടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കുന്ന കുട്ടികൾക്ക് വളരെ വളരെയധികം കോടി മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. മധുരതയിലൂടെ ബാബയുടെ സാമീപ്യത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. ഏത് കുട്ടികളുടെ സങ്കല്പത്തിലും മധുരത, വാക്കിലും മധുരത, കർമ്മത്തിലും മധുരതയുണ്ടോ അവർ തന്നെയാണ് ബാബയ്ക്ക് സമീപം. അതിനാൽ ബാബയും അവരോട് ദിവസവും പറയുന്നു, മധുരമധുരമായ കുട്ടികളെ. കുട്ടികളും റെസ്പോണ്ട് നൽകുന്നു, മധുരമധുരമായ ബാബ. ദിവസേനയുള്ള ഈ മധുര വാക്കുകൾ മധുരത സമ്പന്നമാക്കി മാറ്റുന്നു. ഇങ്ങനെ മധുരതയെ പ്രത്യക്ഷമാക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾ തന്നെയാണ് മഹാൻ. മധുരത തന്നെയാണ് മഹാനത. മധുരതയില്ലെങ്കിൽ മഹാനതയുടെ അനുഭവം ഉണ്ടാകില്ല. സ്ലോഗൻ: ഏതൊരു കാര്യവും ഡബിൾ ലൈറ്റായി ചെയ്യൂ, അപ്പോൾ മനോരഞ്ജനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാന സൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്.
സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു.
ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശ രശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.